തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിൻ്റെ വലിയൊരു അനുഗ്രഹവും സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം നമുക്ക് നൽകട്ടെ. കാരണം തൻ്റെ പുത്രൻ ഭൂമിയിൽ ജനിച്ചു വീണതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണല്ലോ ഇത്. ക്രിസ്മസിൻ്റേതായിട്ടുള്ള എല്ലാ മംഗളങ്ങളും നേരുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, നീ നിൻ്റെ പുത്രനെ പ്രസവിച്ചിട്ട ദിവസമാണല്ലോ ഇന്ന്. ആ തിരുപ്പിറവിയുടെ സകല അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ തുടക്കം മുതൽ ഇങ്ങനെ പറയുന്നു: അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്തിനസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്യുരീനസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താംഗങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിലെ ദാവീദിൻ്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തെയും കൂട്ടിപ്പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. നമ്മളിന്ന് കർത്താവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. 25 ദിവസം ത്യാഗപൂർണമായ നോയമ്പൊക്കെ എടുത്ത് നമ്മളിന്ന് ഒരു ക്രിസ്മസ് പ്രഭാതത്തിൽ ആയിരിക്കുകയാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജനനമാണല്ലോ. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിലും ഈ ക്രിസ്തു ജനിക്കണം. ഈ ഒരു ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് വെറും ഒരു ആഘോഷമായി മാറാതെ ഒരു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കാനുള്ള ഒരു വലിയൊരു കൃപയിലേക്ക് നമ്മളെത്തണം. അല്ലെങ്കിൽ പിന്നെ നമ്മളെടുത്ത ഈ 25 നോയമ്പ് കൊണ്ടും യാതൊരു അർത്ഥമാവുന്നില്ല. നോയമ്പുകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ യാതൊരു അർത്ഥമാവുന്നില്ല. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ജനിക്കാനുള്ള ഒരു സ്ഥലം ഒരുക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ. ഇന്ന് അതിനെക്കുറിച്ചുള്ള കുറച്ച് ചിന്തകൾ പങ്കുവെക്കാമെന്ന് കരുതുന്നു. ശരിക്കും ഒരു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആത്മീയ മനുഷ്യരായിട്ട് പിറവിയെടുക്കുകയാണ്. കാരണം ക്രിസ്തുവാകുന്ന ഒരു ആത്മീയതയുടെ ആ വലിയൊരു വിത്ത് നമ്മുടെ ഉള്ളിൽ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങുന്ന സമയമാണല്ലോ ഒരു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുക എന്ന് പറയുന്നത്. ശരിക്കും ഒരു ആത്മീയ മനുഷ്യരായിട്ട് നമ്മൾ പരിവർത്തനം ചെയ്യപ്പെടുന്ന സമയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മറിയ ഔസേപ്പിതാവും ഒക്കെ കടന്നു പോയ ചില വഴികളിലൂടെയൊക്കെ അതിൻ്റെ പാരലൽ ഡൈമെൻഷനിൽ നമ്മളും ചിലപ്പോൾ നടക്കേണ്ടിയിരിക്കും. ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിലെ ദാവീദിൻ്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യയായ മറിയത്തെയും കൊണ്ട് പോയി. ആ പേരെഴുത്ത് നടക്കുകയാണ്. പേരെഴുത്ത് നടക്കുമ്പോൾ ഒരുപക്ഷെ നസ്രത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന ജോസഫും മേരിയും കൂടി ഈ ബത്ലഹേമിലേക്ക് പോവുകയാണ്. ഒരു സ്വന്തം സ്ഥലമായ ബത്ലഹേമിലേക്ക് പോവുകയാണ്. ഈ നസ്രത്തിലെ സിറ്റുവേഷൻ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. കാരണം മറിയം ഗർഭിണിയാണ് അല്ലേ. ഔസേപ്പിതാവ് മറിയത്തെ നോക്കുന്നു. അപ്പം കുഞ്ഞ് ജനിക്കും. അപ്പം സാധാരണ ഒരു അപ്പൻ്റെ വളർത്തുപിതാവായിട്ട് ഔസേപ്പിനെ ഏൽപ്പിക്കുന്നു. ഒരു അപ്പൻ്റെ കടമ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാണ്. എൻ്റെ കുഞ്ഞ് ക്യാരിങ് ആയപ്പോൾ, എൻ്റെ വൈഫ് ക്യാരിങ് ആയപ്പോഴത്തേക്ക് എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. നമുക്ക് ഈശോയുടെ ഒരു അനുഗ്രഹത്താൽ പലരിലൂടെയും ഇങ്ങനെ സന്ദേശങ്ങളുണ്ടായിരുന്നു, ആൺകുഞ്ഞാണ് ജനിക്കുന്നതെന്ന്. ശരിക്കും അത് കർത്താവ് തന്നെ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പേര് ഫിക്സ് ചെയ്യുന്നു അല്ലേ. അവന് നമ്മൾ പേരിട്ടത് ജോസഫ് എന്നാണ്. ജോ എന്നാണ് അവന് പേരിട്ടത്. ജോ ജോർജ് എന്നാണ് അവൻ്റെ പേര്. ജോസഫിൻ്റെ ഷോർട്ട് നെയിം ആണല്ലോ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പേരിടുന്നു. നമ്മൾ അവനുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നു, കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നു. ഇനി നമ്മളൊരു ഹോസ്പിറ്റൽ ഫിക്സ് ചെയ്യുന്നു ഈ ജനനത്തിന് വേണ്ടി. ഇനി നമ്മൾ അതിനുള്ള ക്യാഷൊക്കെ അറേഞ്ച് ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. ഈ ഔസേപ്പിതാവും ഒരുപക്ഷെ ഈ നസ്രത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതായിരിക്കും.
കാരണം മറിയത്തിന് ഈ കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള അല്ലേ, ദൂതൻ വന്ന് പറയുന്നുണ്ട് അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്, ലോകത്തിൻ്റെ രക്ഷകനാണ് അവളോട് ജനിക്കാൻ പോകുന്നത്. അപ്പോൾ ആ രക്ഷകനെ ജനിപ്പിക്കാനായിട്ട് ഔസേപ്പിതാവ് എന്തുമാത്രം ഒരുങ്ങിയിട്ടുണ്ടാവും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ശരിയല്ല? എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ച് അങ്ങനെയായിരിക്കും ഔസേപ്പ് അതിനുവേണ്ടി റെഡിയായത്. ആ ഒരു സമയത്താണ് ഇതുപോലത്തെ ഒരു പേര് എടുത്തു വരുന്നത്. വരുമ്പോഴത്തേക്ക് ആ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് ഈ നിറവയറായ ഈ മറിയത്തെയും കൂട്ടി ഈ ബത്ലഹേമിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇനി ഇത് തന്നെ നമ്മുടെ ജീവിതമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. കാരണം ഈ അങ്ങനെ ചിലതൊക്കെ ഈ ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കണമെങ്കിൽ നമ്മൾ പലതും ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിച്ച് കർത്താവ് കാണിക്കുന്ന സ്ഥലത്തോട്ട് നീങ്ങേണ്ടി വരും. അബ്രഹാത്തോടൊക്കെ പറഞ്ഞ പോലെ അബ്രഹാമിനെയൊക്കെ വിളിക്കുന്നുണ്ട്, ഈ നിൻ്റെ പിതൃഭവനത്തെയും ദേശത്തെയൊക്കെ വിട്ടിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോവുക. കാരണം സകലതും വിട്ടിട്ട് ചിലപ്പോൾ നമുക്ക് പോവേണ്ടി വരും, സകലതും നമുക്ക് വിടേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മളൊരു കംഫോർട്ട് സോണിൽ ആയിരിക്കുക ഒരു കംഫോർട്ട് സോണിലാണ് നമ്മൾ. എന്ന് വെച്ചാൽ അത്യാവശ്യം ആഹാരമുണ്ട്, കഴിക്കാനായിട്ട് ആഹാരമുണ്ട്, ഉടുക്കാനായിട്ട് വസ്ത്രമുണ്ട്, കയറി കിടക്കാനായിട്ട് അത്യാവശ്യം വീടുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്, ഒരു ജോലിയുണ്ട്, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇനി നമ്മുടേതായിട്ടുള്ള കുറേ ചിന്താഗതിയുണ്ട്, നമ്മുടേതായിട്ടുള്ള കുറേ ശരികളുണ്ട്, നമ്മുടേതായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുണ്ട്, നമ്മുടേതായിട്ടുള്ള കുറേ രീതികളുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ ഒരു ഒരു കംഫോർട്ട് സോണിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യപ്പെടണം. ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ആത്മീയത നമ്മുടെ ഉള്ളിൽ ജനിക്കത്തുള്ളൂ, ഒരു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കത്തുള്ളൂ. കാരണം ജസ്റ്റ് ബ്രേക്ക് ദ കംഫോർട്ട് സോൺ. ഒരു അനാലിസിസ് റിപ്പോർട്ടൊക്കെ ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ്, ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ 98 പേരും കംഫോർട്ട് സോണിലാണ്. 98 പേരും കംഫോർട്ട് സോണിലാണ്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അവിടെ പ്രശ്നങ്ങളില്ല. കാരണം പ്രശ്നങ്ങളില്ലെങ്കിൽ അവിടെ വളർച്ചയില്ല. കാരണം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കത്തില്ല. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിച്ചില്ലെങ്കിൽ നമുക്ക് വളരാൻ പറ്റത്തില്ല. കാരണം ഒരു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ കഴിവുകൾ പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഒരു കംഫോർട്ട് സോണിലായിരിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിന് ജനിക്കാൻ പറ്റത്തില്ല. ഈ ഔസേപ്പിതാവും മറിയവും ആ നസ്രത്തിൽ നിന്ന്, കംഫോർട്ട് സോണായ ഒരു നസ്രത്തിൽ നിന്ന് ഈ ബത്ലഹേമിലേക്ക് എല്ലാം ത്യജിച്ച് നിറവയറുമായി നടന്ന് നീങ്ങിയതുപോലെ ആ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് നമ്മൾ നീങ്ങേണ്ടി വരും ചിലപ്പം. കാരണം നമ്മുടേതായിട്ടുള്ള ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരും. ചിലത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ചെയ്യേണ്ടി വരും. ചില സ്ഥലത്തേക്ക് പോവേണ്ടി വരും, സൗകര്യങ്ങൾ മാറ്റി നിർത്തേണ്ടി വരും, നമ്മുടെ തന്നെ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വരും, ചിന്താഗതികൾ മാറ്റം വരുത്തേണ്ടി വരും, അഹങ്കാരം എടുത്തു മാറ്റേണ്ടി വരും, അഹന്ത എടുത്തു മാറ്റണം, വെറുപ്പ് അതിൻ്റെ ആ തിരശ്ശീല നീങ്ങണം, വിദ്വേഷം പക മാറണം, നമ്മളെ തന്നെ അടിച്ചോട്ടയ്ക്കണം. ഒന്നുമില്ലാതെ ഒരു ഭാര്യയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിറവയറുമായി ഔസേപ്പിതാവ് പോയതുപോലെ എന്നിലെ ഞാനെന്ന സാധനം തീരണം, നമ്മളൊന്നും ഇല്ലാണ്ടാവണം. ഇതുപോലെ തന്നെ ചിലപ്പോഴും നമ്മളെയൊക്കെ ഒരു യാത്ര ചെയ്യിപ്പിക്കും ദൈവം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ആത്മീയ പിതാവിനെ കണ്ടപ്പോഴൊരു കാര്യം ഷെയർ ചെയ്തു. എൻ്റെ മൂന്നാമത്തെ കുഞ്ഞ് അവൻ ക്യാരിങ് ആയ സമയത്ത്, ഞങ്ങൾ ക്യാരിങ് ആണെന്ന് അറിഞ്ഞില്ല, അതിൻ്റെ അറിയുന്നതിൻ്റെ ഏതാനും ഒരു 2 ദിവസം മുമ്പ് ശരിക്കും ഞങ്ങൾ കടന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയ്ക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഞങ്ങൾ ഫേസ് ചെയ്തതിൽ അത് തരണം ചെയ്ത ദിവസമായിരുന്നു. കാരണം അതുപോലെ സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ അപ്പുറം കടന്ന് കാരണം അത് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. അതിനെ മറികടന്ന് അപ്പുറം നിൽക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ആത്മീയ പിതാവിനോട് ഈ കാര്യം ഷെയർ ചെയ്ത അച്ഛനോട് പറയാണ്, മോനെ അത് അങ്ങനെ വരൂ. കാരണം അത് ഈ കുഞ്ഞിന് വേണ്ടിയാ. കർത്താവ് തിരഞ്ഞെടുക്കുന്ന അല്ലെ കർത്താവ് അഭിഷേകം ചെയ്യുന്ന ചില കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ ഇതുപോലെ ഒരു സ്ട്രഗിളിലൂടെ കടക്കേണ്ടി വരും. അതാണ് ഔസേപ്പിതാവ് മറിയവും കടന്നത്.
കാരണം രക്ഷകനല്ലേ, ലോകത്തിൻ്റെ രക്ഷകനല്ലേ ജനിക്കുന്നത്. ഇനി പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മോശ ജനിക്കുന്നതിന് മുമ്പ് എന്തുമാത്രം കഷ്ടതകളായിരുന്നു, കുഞ്ഞുങ്ങളെ വധിക്കുന്നു. ഇനി അബ്രഹാത്തിന് ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പല്ലേ പറഞ്ഞത്, എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോ. ലോത്തിനെയും കൂട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ലോത്ത് ഫലപുഷ്ടമായ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോയി. വരണ്ട നില നോക്കി വീണ്ടും അബ്രഹാത്തിൻ്റെ യാത്ര. കാരണം ഒരു കഷ്ടതയുടെ സഹനത്തിൻ്റെയൊക്കെ തീച്ചൂളയിലൂടെയൊക്കെ ഉരുക്കി വാർത്തെടുത്താണ് ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളും അടിച്ച് ഒട്ടയ്ക്കണം. ഒട്ടച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഒരു ആത്മീയതയുടെ ഒരു വിത്ത് നമ്മുടെ ഉള്ളിൽ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങത്തുള്ളൂ. ഈ കംഫർട്ട് സോണ് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഡേഞ്ചർ സോണിലേക്ക് ഇറങ്ങണം. കാരണം അവരുടെ യാത്ര ഓരോ സ്റ്റെപ്പും ഡേഞ്ചറാണ്. കാരണം ഒരുപക്ഷെ ആ അല്ലേ പ്രഗ്നൻസി ടൈമിൽ അവസാനത്തെ സമയമായിരിക്കാം. ഏത് സമയത്ത് ഈ കുഞ്ഞ് ജനിക്കും. ഇറ്റ്സ് എ ഡേഞ്ചർ സോൺ. ആ ഒരു ഡേഞ്ചർ സോണിലേക്കാണ് ഈ ഔസേപ്പിതാവും മറിയവും കൂടി ഇറങ്ങിയത്. അതുപോലെ നമ്മളും ഒരു ഡേഞ്ചർ സോണിൽ ഇറങ്ങണം. അവിടെ റിസ്ക് ഉണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. നമ്മളിതിനെ മറികടക്കേണ്ടിയിരിക്കുന്നു. അവിടെ മറികടക്കുമ്പോഴാണ് നമ്മുടെ വളർച്ചയുള്ളത്. അല്ലാതെ കംഫർട്ട് സോണിൽ നമ്മൾ വളരുന്നില്ല. ഇന്ന് ജീവിച്ച പോലെ തന്നെയാണ് നാളെയും, നാളെ ജീവിച്ച പോലെ തന്നെയാണ് നാളെ കഴിഞ്ഞും, അതുപോലെ ഇന്നലെയും. ഒന്നും നമുക്ക് മാറ്റം വരുന്നില്ല. പക്ഷേ അതിൽ നിന്ന് ചാടി നമ്മളൊരു ഡേഞ്ചർ സോണിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറുക, അതിനെ തരണം ചെയ്യാനുള്ള കഴിവിലേക്ക് വരിക, നമ്മുടെ സ്റ്റാറ്റസ് മാറുന്നു, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മാറുന്നു, നമ്മുടെ നിലപാടുകൾ മാറുന്നു, നിലപാടുകൾ ഉറയ്ക്കുന്നു. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. ക്രിസ്തുവൊക്കെ നടന്നതുപോലെ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. ഒറ്റയ്ക്ക് നടക്കുന്നവൻ്റെ വാക്കിനൊക്കെ ഭയങ്കര ബലമാണ്, ശക്തിയാണ്, തീരുമാനങ്ങളൊക്കെ ഉറച്ചതാണ്. മാറ്റി നിർത്തപ്പെട്ടവൻ്റെ, അവഗണിക്കപ്പെട്ടവൻ്റെ, അപമാനിതനാക്കപ്പെട്ടവൻ്റെ, നഗ്നനാക്കപ്പെട്ടവൻ്റെ, പീഡിപ്പിക്കപ്പെട്ടവരുടെയൊക്കെ തീരുമാനങ്ങൾ ഉറച്ചതാണ്, നിലപാടുകൾ ഉറച്ചതാണ്. നമ്മളും ആ ഒരു ഡേഞ്ചർ സോണിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നിട്ട് പ്രസവിക്കാൻ സമയമായപ്പോൾ അല്ലേ ഒരു കാലിത്തൊഴുത്തിലാണ് പ്രസവിച്ചിട്ടത്. മരിയ വാൾട്ടോട്ടയൊക്കെ പറയുന്നത് ആ സ്ഥലത്ത് നിന്നാൽ ഈ കന്നുകാലികളുടെ ഈ വേസ്റ്റൊക്കെ വീണിട്ട് നമ്മുടെ മുട്ടുവരെ ചെളിക്കകത്ത് താഴും. അതുപോലെ ഒരു ചെളിക്കുണ്ടിനകത്താണ് പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനെ പ്രസവിച്ചിട്ടത്. എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ ഒരു ചെളിക്കുണ്ടിനകത്ത് എന്നിട്ട് അല്ലേ ഒന്ന് പുതച്ചു മൂടാനൊരു തുണിയില്ല. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ്, പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കച്ച കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് പുൽത്തൊഴുത്തിൽ കിടത്തി, പുൽക്കൂട്ടിൽ കിടത്തി. കാരണം അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. അല്ലേ, സത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവലിനൊക്കെ നമ്മൾ ദൂരദേശത്തൊക്കെ പോകാറുണ്ട്. വേളാങ്കണ്ണിയിലൊക്കെ നമ്മൾ തീർത്ഥയാത്രയൊക്കെ ചെയ്യാറുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ റൂമൊക്കെ എടുക്കാറുണ്ട്. സത്രം ആ ഒരു കൺസെപ്റ്റാണ്. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ. നമ്മളെ ഈ സത്രത്തിൽ നിന്ന് ആക്കി നോക്കിക്കേ. ഒരു സത്രമായിട്ട് നമ്മളെ കരുതുക, നമ്മളെ കയറ്റി ആ സത്രത്തിൽ നിർത്തുക. ഇനി ഈ മറിയവും ഈ ഔസേപ്പിതാവും ഈ നിറവയറുമായിട്ടുള്ള ഈ അമ്മയും ഈ അല്ലേ ഈ ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കാനായിട്ട് എൻ്റെ സത്രത്തിന് പറ്റുമോ? കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. എന്ന് വെച്ചാൽ ഒരു സത്രത്തിലും അവരെ സ്വീകരിക്കാൻ തക്കവണ്ണം നന്മകളില്ലായിരുന്നു അവിടെ. കാരണം നമ്മളാവുന്ന ഈ സത്രം, നമ്മളാവുന്ന ഈ വീട്, നമ്മളാവുന്ന ഈ ഗസ്റ്റ് റൂം, നമ്മളാവുന്ന ഈ എന്താ ഈ ഒരു ഭവനം, അതിൻ്റെ അവസ്ഥ എന്താണ്? കാരണം അവിടെ ദൈവത്തിന് വന്നിരിക്കാവുന്ന ഒരു സ്ഥലമാണോ അത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ലേ, നമ്മൾ പരിശുദ്ധ കുർബാനയൊക്കെ സക്രാരിക്കകത്ത് എന്ത് ഭംഗിയായിട്ടാണ് കൊണ്ട് വെക്കണത്, എന്ത് നീറ്റായിട്ടാണ്. ഒരു പൊടി അവിടെ ഉണ്ടാവുമോ? തൂത്ത് തുടച്ച് വൃത്തിയാക്കിയല്ലേ വെക്കുന്നത്. ആരാധന ചാപ്പലിലൊക്കെ കയറിയിട്ടുണ്ടോ? എന്ത് വൃത്തിയാക്കിയാണ് അവർ വെച്ചേക്കണത്. അല്ലേ, ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ അത്. അതേ ദൈവത്തെയാണല്ലോ നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കണേ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം?
കാരണം ഈ സത്രത്തിൻ്റെ ഒരു ആഡംബരവും അഹന്തയും ഒരു ഞാനെന്ന ഭാവവും ഒന്നും ഈ ക്രിസ്തുവിനും ഔസേപ്പിതാവിനും മറിയത്തിനും കയറി വന്ന് ജീവിക്കാൻ പറ്റിയ സാഹചര്യമല്ല. ഇനി ഒരു വെറുപ്പിൻ്റെ അവസ്ഥയും അല്ലെ, പലരും വെറുപ്പോടുകൂടി കണ്ണോടുകൂടി ആയിരിക്കും നോക്കിയത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ ഹൃദയമെങ്കിലും ഈ തിരുക്കുടുംബത്തിന്, എൻ്റെ ഈ ഭവനത്തിനുള്ളിലേക്ക് വരാനുള്ള വാതിൽ ഞാൻ കൊട്ടി അടയ്ക്കുക. പറ്റില്ല. കാരണം വെറുപ്പൊരു ബാരിയറാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാനായിട്ട് പിശാച് ഒരുക്കുന്ന വലിയൊരു കെണിയാണ് വെറുപ്പെന്ന് പറയുന്നത്. വെറുപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കത്തില്ല, ഈ അനുഗ്രഹം ഇങ്ങോട്ട് കടന്നു വരത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴോ സംസാരിക്കുമ്പോഴോ അല്ലെ ചെല്ലുമ്പോഴോ വെറുപ്പ് ഉളവാകും എന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക, പോകാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ ദൈവാനുഗ്രഹം നമ്മൾ അടിച്ചു തെറിപ്പിക്കുന്നില്ലല്ലോ. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ ദൈവം ഉള്ളിൽ വരണ്ടേ? ആ ഒരു തിരുക്കുടുംബം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കണ്ടേ? അതുകൊണ്ട് ആ ഒരു സത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഡംബരമോ ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരിക്കുന്നതോ, ഇതെല്ലാം അതിന് തടസ്സമാണ്. അല്ലേ, ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നു. കാരണം കയറ്റി നമ്മൾ സ്ഥലം കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ വാതിലുകൾ കൊട്ടി അടയ്ക്കുക, ആ നന്മയെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക, കയറി വരില്ല. അവസാനം ചെന്നപ്പോഴത്തേക്ക് അല്ലേ, എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് കണ്ടത്. ആരും സ്വീകരിക്കുന്നില്ല, സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കുന്നില്ല. അവസാനം ചെന്ന് കാണുന്നത് കാലിത്തൊഴുത്ത്. കാരണം നമ്മുടെ ഹൃദയവും അതുപോലെ എളിമയുടെ അങ്ങേ തട്ടിലേക്ക് ഇറങ്ങി ഒരു കാലിത്തൊഴുത്ത് പോലെ ആവണം ഹൃദയം. ഇനി ആ കാലിത്തൊഴുത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശരിക്കും നോക്കിയേ, അതിനകത്തേക്കാണ് ഈ ഔസേപ്പിതാവും മറിയവും കൂടി ഉണ്ണിയായ ഈശോ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് അകത്തോട്ട് കയറിയത്, പ്രസവിച്ചിട്ടത്. കാരണം അതുപോലെ ഒരു മനസ്സാണെങ്കിൽ, അത്രയും ഒരു എളിമയുടെ തട്ടാണെങ്കിൽ ഈ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ പറ്റും. ഇനി ആ കാലിത്തൊഴുത്തിലേക്ക് വന്ന ജനങ്ങളെ ഒന്ന് നോക്കിക്കേ. ആട്ടിടയന്മാർ വരുന്നു, അവിടുത്തെ ജനങ്ങളൊക്കെ സാധാരണക്കാരാദ്യം വന്നത്. എന്ന് വെച്ചാൽ കാലിത്തൊഴുത്തിനുള്ളിലേക്ക് ഒരു ബാരിയർ ഇല്ല, അവിടെ ഒരു ഗേറ്റ് ഇട്ട് ലോക്ക് ചെയ്തിട്ടില്ല, അവിടെ മതിലുകളില്ല, അവിടെ വെച്ചടച്ചിട്ടില്ല, ഇന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നവിടെ എഴുതി വെച്ചിട്ടില്ല. കാരണം കാലിത്തൊഴുത്തിൻ്റെ പ്രത്യേകത അതാണ്. അവിടെ ഇന്ന കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ ഇതിനുള്ളിൽ വരാൻ പാടുള്ളൂ എന്നൊരു ബാരിയർ വെച്ചിട്ടില്ല. അവിടെ സകലരെയും അക്സെപ്റ്റ് ചെയ്യുന്ന, സകലരെയും സ്നേഹിക്കുന്ന, സകലരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ് ഈ കാലിത്തൊഴുത്തെന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം അതുപോലെ ആവണം, ഒരു കാലിത്തൊഴുത്ത് പോലെ എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട്. നമ്മളിങ്ങനെ വേർതിരിവാണല്ലോ. ഇന്നവരെ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളത്തുള്ളൂ, ഇന്നവരെ ഉൾക്കൊള്ളത്തില്ല. ഇന്ന നിറത്തിലുള്ളവരെ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ഇന്ന നിറത്തിലുള്ളവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇന്ന മതത്തിൽ ഇന്ന ജാതിയിലുള്ളവരെ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, ഇന്ന മതത്തിൽ ഇന്ന ജാതിയിലുള്ളവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഇങ്ങനെ നിൽക്കുന്നവരെ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളത്തുള്ളൂ, ഇല്ലാത്തവരെ ഉൾക്കൊള്ളത്തില്ല. ഇനി ജോലിയിൽ പോലും കാറ്റഗറിയാണ്. ഇന്ന തൊഴിൽ ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ, നമുക്കും ഇന്ന തൊഴിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന ചെയ്യുന്നവരെ ഭയങ്കര പുച്ഛത്തോടെയാണ് കാണുന്നത്. ഇനി ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ അറപ്പോട് കൂടിയല്ലേ കാണുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൊട്ടേഷൻ വായിച്ചു കേട്ടു, ഈ വൃത്തികേടാക്കുന്നവരെ കാണാൻ നല്ല വൃത്തിയും മെനയുമാണ്, വൃത്തിയാക്കുന്നവരെ കാണാൻ വലിയ മെനയില്ലെന്ന്. ശരിയല്ലേ? വൃത്തികേടാക്കുന്നവരെ കാണാൻ നല്ല വൃത്തിയും മെനയുമാണ്, ഇത് വൃത്തിയാക്കുന്നവരെ കാണാൻ മെന കാണില്ല. പക്ഷെ അവരില്ലെങ്കിലോ? അല്ലേ, നമ്മുടെയൊക്കെ ഓഫീസിൽ ഒരു സ്വീപ്പർ ഒരു 2 ആഴ്ച വന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലേ, നമ്മുടെയൊക്കെ റെസ്റ്റ് റൂമിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അവരെ പോലും നമ്മൾ ഉൾക്കൊള്ളണ്ടേ? അവർ ചെയ്യുന്ന എന്ത് മഹത്തരമായ ജോലിയാണ്. എനിക്ക് തോന്നുന്നു ഒരു ഓഫീസിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലിയാണ് അത്, വൃത്തിയാക്കൽ. ആ ഒരു പാർട്ട് ഓക്കെ ആണെങ്കിൽ ആ ഓഫീസെല്ലാം ഓക്കെയാണ്. കാരണം അവരെ നമ്മൾ ഉൾക്കൊള്ളണ്ടേ?
ഇനി എന്ത് സാധാരണക്കാരെയാണെങ്കിലും നമ്മൾ ഉൾക്കൊള്ളണ്ടേ? അങ്ങനെ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ അവസാനം ചെന്ന് നിൽക്കുമ്പോൾ കർത്താവ് പറയത്തുള്ളൂ, എനിക്ക് വിശന്നു, നീ എനിക്ക് ആഹാരം തന്നു. ഈ വിശപ്പ് എല്ലാവർക്കും ഉണ്ടേ. എല്ലാവരുടെയും വിശപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണേ. ഇനി ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു, അല്ലേ? അജ്ഞത എന്ന് പറയുന്ന ഒരു നഗ്നതയാൽ എല്ലാവരും പൊതിയപ്പെട്ടിരിക്കുക. നമ്മൾ ഒരു ജ്ഞാനത്തിൻ്റെ ഉടുപ്പിട്ട് പൊതിയണ്ടേ അവരെ? കൊടുക്കണ്ടേ? ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നു, നീ എന്നെ വന്ന് കണ്ടു, അല്ലെ? അടിമത്തത്തിൽ, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കെട്ടുകളുടെയൊക്കെ അടിമത്തത്തിൽ കിടക്കുന്നവരെ നമ്മളൊന്ന് ചെന്ന് കാണണ്ടേ? ഇനി ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് ശുശ്രൂഷിച്ചു, അല്ലെ? എന്തെല്ലാം തരത്തിലുള്ള രോഗാവസ്ഥകളും ഒക്കെയാണ്. മനസ്സിൻ്റെ രോഗം, ശരീരത്തിൻ്റെ രോഗം, ആത്മാവിൻ്റെ രോഗം. ചെന്ന് കാണണ്ടേ? ഉൾക്കൊള്ളണ്ടേ? ഒരു വ്യക്തിയെ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമല്ലേ ആ വ്യക്തിക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം. ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം, നമ്മുടെ മനോഭാവം മാറണം. അവിടെ നമുക്കൊരു മാനസാന്തരം വേണം. കാരണം അവിടെ ആട്ടിടയന്മാരെ സ്വീകരിച്ചു, സാധാരണ ജനങ്ങളെ സ്വീകരിച്ചു, ജ്ഞാനികളെ സ്വീകരിച്ചു. എന്ന് വെച്ചാൽ അവിടെ വന്നവർക്ക് ആർക്കും അവിടെ ഉള്ളവർ ഒരു വേർവ്യത്യാസം കാണിച്ചിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടത്, എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചത്, എല്ലാവരെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ അതുപോലെ ഒരു കാലിത്തൊഴുത്ത് പോലെ ഒരു ഹൃദയം നമുക്കുണ്ടാവണം. എല്ലാവരെയും, എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളാനായിട്ട് ഒരുത്തനെ ഇല്ല. ദൈവം സൃഷ്ടിച്ച എല്ലാം മനോഹരമാണ്. എന്തിനെയാണ് നമുക്ക് ഇത് കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റുന്നത്? അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട്, എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് ഉള്ള ഒരു ഹൃദയം നമുക്ക് വേണം. ആ ഒരു കാലിത്തൊഴുത്ത് പോലെ ആയെങ്കിൽ മാത്രമേ അവിടെ ഒരു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കത്തുള്ളൂ. അങ്ങോട്ട് മാലാഹമാർ പോലും വന്നെന്നാണ് പറയുന്നത്. മാലാഹമാർ വന്നു. എന്നിട്ട് അവരിങ്ങനെ പാടാൻ തുടങ്ങി, അല്ലേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും പ്രത്യാശയും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക്. ഇതാണ് ഈ സന്മനസ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ ഉള്ളിൽ ഈ ദൈവിക സമാധാനം നിറഞ്ഞു തുളുമ്പത്തുള്ളൂ. നമുക്ക് നിരാശയുടെ കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ അഴിയത്തുള്ളൂ. സമാധാനവും പ്രത്യാശയും ഉണ്ടെന്നാണ് പറയണത്. അതുകൊണ്ട് നമുക്കും ഒരുങ്ങാം. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ക്രിസ്മസൊക്കെ വെറും ഒരു ആഘോഷമായി മാറാതെ നമ്മുടെ ഉള്ളിൽ ഒരു കാലിത്തൊഴുത്ത് നമുക്കും പണിയാം. അതിനകത്ത് കന്നുകാലികളും സാധാ ജനങ്ങളൊക്കെ കയറിക്കൊള്ളട്ടെ. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും അതിനകത്ത് കയറിക്കൊള്ളട്ടെ. ഔഷപിതാവിനെയും മറിയത്തെയും, നിറവയറോടെ മറിയത്തെയും ഔഷപിതാവിനെയും നമുക്കും സ്വീകരിക്കാം നമ്മുടെ കാലിത്തൊഴുത്തിലോട്ട്. അവിടെ പരിശുദ്ധ അമ്മ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിടട്ടെ. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒന്ന് പ്രസവിച്ചിടട്ടെ. അവിടുന്ന് ക്രിസ്തു പതുക്കെ നമ്മുടെ ഉള്ളിൽ വളരട്ടെ. വളർന്ന് അവൻ വളരട്ടെ. നമുക്ക് ചെറുതായിട്ട് നമുക്കൊരു കാലിത്തൊഴുത്ത് പോലെ അവനെ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. സാധാരണക്കാരുണ്ടാവും. എന്ത് കാര്യത്തിനാണെങ്കിലും ആൾക്കാർ നമുക്ക് ഹെൽപ്പിനുണ്ടാവും. കൂട്ടിച്ചേർക്കപ്പെടും. ജ്ഞാനികളുണ്ടാവും. അവിടെ ജ്ഞാനികൾ വന്നെന്നല്ലേ പറയുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ദൈവം ജ്ഞാനികളെ കൂട്ടി, മാലാഹമാർ വന്ന് സ്തുതിഗീതം പാടി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ മാലാഹ ഗണത്തെ ദൈവം ഇങ്ങനെ നമുക്ക് അയച്ച് അവർ നമ്മളെ സഹായിക്കും. പഠിക്കാനായിട്ട്, ജോലി ചെയ്യാനായിട്ട്, ഇനി ജോലി മേഖലകളിൽ, സമ്പാദ്യ മേഖലകളിൽ, വചന ശുശ്രൂഷ മേഖലകളിൽ, എല്ലാ മേഖലകളിലും മാലാഹമാർ നമ്മളെ സഹായിക്കും. അവർ നമ്മളെ കൈപിടിച്ച് നടത്തും. നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെ സമാധാനത്തിൻ്റെ മാലാഹമാർ നിറയും. ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം വരും. നമ്മുടെ പ്രത്യാശ നിറയും. നിരാശയുടെ സകല കെട്ടുകൾ നീങ്ങും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ പൊന്നു ദൈവമേ, നീ നിൻ്റെ പുത്രനെ പ്രസവിക്കാനായിട്ട് ഒരു കാലിത്തൊഴുത്തൊഴുക്കിയതുപോലെ സകലതും വിട്ട് ഔഷപിതാവും മറിയവും ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ചാടി ആ ഒരു ഡേഞ്ചർ സോണിലൂടെ യാത്ര ചെയ്തതുപോലെ ഞങ്ങളും ഈ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നീ കൃപ തരണമേ. ആ ഡേഞ്ചർ സോണിൽ വലിയ കൃപകൾ നിറയപ്പെടാൻ വേണ്ടി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ ജനിക്കട്ടെ. ആമേൻ.